സാദുൽ മുസ്തഖ്നി എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ഭാഗമായ കിതാബ് ത്വഹാറ, അതിലെ ആദ്യ അധ്യായമായ അൽ മിയാഹ് വെള്ളം എന്ന അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ് വരെയായി നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി പഠിക്കാനുള്ളത് ബാബുൽ ആനിയത്തി എന്ന ഭാഗമാണ്. ബാബുൽ ആനിയ, ആനിയത്ത് എന്നാൽ പാത്രങ്ങൾ എന്നാണ് നേരെ വാക്കർത്ഥം. ഇനാ ഉൻ എന്നാണ് അതിൻ്റെ ഏകവചനം വരിക. ഇനാ ഉൻ പാത്രം, ആനിയത്തുൻ പാത്രങ്ങൾ. അവാനി എന്നും ബഹുവചനമായി ഉപയോഗിക്കാറുണ്ട്. ഇനാ ഉൻ എന്നതിന് രണ്ട് ജംഅ വരും, ഒന്ന് ആനിയത്തുൻ, മറ്റൊന്ന് അവാനി, പാത്രങ്ങൾ എന്നാണ് നേരെ നമുക്ക് അർത്ഥം പറയാവുന്നത്. സാധാരണ എന്തെങ്കിലും വസ്തുക്കൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്കാണ് സാധാരണ ഇനാ എന്ന് ഉപയോഗിക്കുക. വി ആ എന്നും പറയാം. ഇനാ ഉൻ എന്നതിന് മറ്റു വാക്കാണ് വി ആ ഉൻ എന്നത്, ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് വി ആ ഉൻ. അതിനർത്ഥമാണ് ഇനാ ഉൻ, പാത്രം. വി ആ ഉൻ. സൂറത്ത് യൂസുഫില് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ വിഷയം പറഞ്ഞെടുത്ത് സഹോദരന്മാരുടെ പാത്രങ്ങൾ, പിന്നെ ഒരൊക്കെ അളവ് പാത്രം, അവിടെ ഫസ്തഖ്റജഹ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് വി ആ, പാത്രം. അപ്പോൾ അളക്കാൻ അല്ലെങ്കിൽ സാധനം എടുക്കാൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്ക് പൊതുവെ ഇനാ അല്ലെങ്കിൽ വി ആ എന്ന് ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഇവിടെ ഭാഗം കിതാബ് ത്വഹാറത്താണ്. കിതാബ് ത്വഹാറ, അതിൻ്റെ കീഴിൽ വരുന്ന രണ്ടാമത്തെ അധ്യായമാണ് ഇപ്പോൾ ബാബുൽ ആനിയ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ത്വഹാറത്തും പാത്രവും എന്തു ബന്ധം എന്ന് വെച്ചാൽ നേർക്ക് നേരെ ബന്ധമില്ല. എന്നാൽ ശുദ്ധീകരിക്കണമെങ്കിൽ വെള്ളം വേണം, വെള്ളം എടുക്കണമെങ്കിൽ പാത്രം വേണം. അതുകൊണ്ടാണ് പാത്രം ഫിഖ്ഹിന്റെ ഇതിലൊക്കെ ചർച്ചകൾ വരുന്നത്. പാത്രം എന്ന അധ്യായം കർമ്മശാസ്ത്രത്തിൽ പല ഭാഗത്ത് ചർച്ചകൾ വരും. അപ്പം അതിലിപ്പോൾ ഈ ഭക്ഷണം പാനീയങ്ങൾ പറയുന്ന അവിടെ പാത്രങ്ങൾ ചർച്ച വരും. ഭക്ഷണം കഴിക്കൽ, അതിൻ്റെ ആദാബ്, അതിൻ്റെ മര്യാദകൾ പറയുന്നിടത്ത് ഈ സ്വർണ്ണപാത്രത്തിൽ വെള്ളം കഴിക്കൽ, അതേപോലെ വെള്ളിപ്പാത്രത്തിൽ ഭക്ഷണം കഴിക്കൽ, ഇതൊക്കെ പാടുണ്ടോ ഇല്ലേ എന്ന ചർച്ച വരുമ്പോൾ അവിടെ പാത്രങ്ങൾ എന്ന വിഷയം വരും. അതേപോലെ ലിബാസ്, ഒരാളുടെ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്ന മൊത്തം വസ്തുക്കളുമ്പോൾ അവിടെ ഈ പാത്രങ്ങൾ ചർച്ചയ്ക്ക് വരാറുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ അലങ്കാരം പറയുന്നിടത്ത് വരും, സീനത്ത്, അലങ്കാരം. അപ്പോൾ അലങ്കാരത്തിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ഇനങ്ങൾ, അപ്പോൾ ആഭരണം മുതൽ പല രൂപത്തിലുള്ള അലങ്കാരങ്ങൾ, അതിനു വേണ്ടും ഇങ്ങനെയുള്ള ചില ഇതൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ അവിടെ വരാറുണ്ട്. ഇവിടെ ത്വഹാറത്തിലും ഈ ചർച്ച ഫിഖ്ഹിൽ പൊതുവെ വരാറുണ്ട്. അല്ല, കുല്ലത്ത് വേണമെന്നില്ല, കുല്ലത്തിന് പാത്രം ആയിക്കോളുന്നില്ലല്ലോ, കുല്ലത്ത് പാത്രം തന്നെ ആവണമെന്നില്ല. അത് വെള്ളം എടുക്കണമെങ്കിൽ പാത്രം വേണം. അപ്പം ഇത് ഇവിടെ ചർച്ച വരാൻ കാരണം എന്താ വെച്ചാൽ സ്വർണ്ണപാത്രത്തിൽ ഉദു ചെയ്താൽ ഉദു ശരിയാകുമോ ഇല്ലേ എന്ന ചർച്ച വരും. സ്വർണ്ണപാത്രം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അവർ സ്വർണ്ണപാത്രത്തിൽ അല്ലെങ്കിൽ വെള്ളിപ്പാത്രത്തിൽ വെള്ളം എടുത്ത് ഉദു ചെയ്തു, അപ്പോൾ ആ ഉദു ശരിയാകുമോ ഇല്ലേ എന്ന ചർച്ചയും കൂടി ഇതിൽ സ്വാഭാവികമായും കടന്നു വരും. അപ്പോൾ ആ വക കാര്യങ്ങളാലാണ് ഇവിടെ ഈ ചർച്ച വരുന്നത്. പിന്നെ ഏറ്റവും അധികം ബന്ധം വരുന്നത് ഭക്ഷണ പാനീയവുമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ്. പാത്രം എന്നത് ഉദുവിനേക്കാളേറെ പാത്രം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് തിന്നാനും കുടിക്കാനാണല്ലോ. അപ്പോൾ അവിടെ ചർച്ച ചെയ്താൽ പോരെ എന്ന് ഫിഖ്ഹിൽ ചർച്ചകൾ വരും. മതി, അത് ചർച്ച ചെയ്താൽ മതി. പക്ഷെ ഇവിടെയും ഈ ബന്ധമുണ്ട്, അവിടെയും ബന്ധമുണ്ട്. എങ്കിലും ഏറ്റവും നല്ലത് ആദ്യത്തിൽ തന്നെ ചർച്ച ചെയ്യുക. അപ്പം അതിൻ്റെ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ അധ്യായം എത്തുമ്പോൾ ആവർത്തിക്കേണ്ട കാര്യമില്ല. മറ്റ് രണ്ടാമത്തെ അധ്യായം ചർച്ച ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ചില ഹുക്കുമുകൾ പറയാൻ പറ്റാതെ പോകും. അപ്പം അതുകൊണ്ട് ആളുകൾക്ക് ഒരു ആവശ്യമായ സമയത്ത് തന്നെ വിശദീകരണം നൽകുക എന്നതാണ് പൊതുവെ ഫിഖ്ഹി പണ്ഡിതന്മാർ സ്വീകരിച്ച നയം. അതുകൊണ്ട് ഒട്ടുമിക്ക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ത്വഹാറത്തിൻ്റെ ബാബിൽ ആനിയത്ത് എന്ന വിഷയം വരും. പിന്നെ ത്വഹാറത്ത് വിശാലമായ ഭാഗം, അതുകൊണ്ട് കിതാബ് ത്വഹാറാണ് കൊടുത്തത്. ഇവിടെ ബാബുൽ ആനിയ, കിതാബുൽ ആനിയ അല്ല, ബാബുൽ ആനിയ. എന്നാൽ കിതാബു ത്വഹാർ നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിരുന്നത് ഒന്നിച്ചുള്ള ഭാഗത്തിലാണ് കിതാബ് എന്ന് ഉപയോഗിക്കുക. കിതാബ് എന്നുള്ളത് ഒരുപാട് മസ്അലകളും ഒരുപാട് അധ്യായങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പാർട്ട്, അതിനാണ് സാധാരണ കിതാബ് എന്ന് ഉപയോഗിക്കുക. കിതാബ് നമ്മൾ പുസ്തകം നമ്മൾ പറയുമെങ്കിലും ഈ വലിയ വലിയ ഗ്രന്ഥങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഇത് മാറും.
സാധാരണ ചെറിയ പുസ്തകങ്ങൾക്കൊക്കെ കിതാബ് എന്ന് ഉപയോഗിക്കും. പക്ഷെ ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് അധ്യായമുള്ള ബൃഹത്തായ വാള്യങ്ങളുള്ള വലിയ വലിയ രചനകൾ, അത്തരം രചനകളിൽ അവർ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. ഏത് വലിയ വലിയ ഗ്രന്ഥങ്ങളെ അവരിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പറയും. അപ്പോൾ അതിലെ ഒരു മെയിൻ പാർട്ട് അതിനാണ് കിതാബ് എന്ന് പറയാം. അപ്പോൾ ഒരു കിതാബ് എന്ന് പറയുമ്പോൾ ആ കിതാബിൽ കുറേ ഭാഗങ്ങൾ വരും. അതിൽപ്പെട്ട ഭാഗമാണ് ബാബ്. അപ്പോൾ കുറേ ബാബുകൾ ചേരുന്നതാകും ഒരു കിതാബ്. ഇപ്പോൾ സാധാരണ പുസ്തകം എടുത്താലും കുറേ അധ്യായം ഉണ്ടാവുമല്ലോ. നമ്മൾ സാധാരണ മലയാളത്തിലോ അറബിലോ ഇംഗ്ലീഷ് ഏതാണെങ്കിലും ഒരു പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഒരു 10 അധ്യായം, 15 അധ്യായം, 20 അധ്യായം, അതൊക്കെ സാധാരണഗതിയിൽ ഒരു പുസ്തകത്തിൽ ഉണ്ടാവുക. എന്നാൽ 100 കണക്കിന് അധ്യായങ്ങൾ വരുന്നതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ. കാരണം ഒരുപാട് വേരുകൾ ചർച്ചയ്ക്ക് വരും. 100 കണക്കിന് അധ്യായങ്ങൾ, ഒരു അധ്യായത്തിൽ തന്നെ ചിലപ്പോൾ 100 കണക്കിന് മസലകൾ ഇങ്ങനെയൊക്കെ വരും. അപ്പം അങ്ങനെ വലിയൊരു ശേഖരമാകുമ്പോൾ അതിനെ മൊത്തം കിതാബ് എന്ന് ഉപയോഗിക്കുന്ന പകരം അതിലെ ഓരോ പാർട്ടിനെ കിതാബ് എന്നവർ വേർതിരിക്കും. അതാണ് ഇപ്പം ഇവിടെ കിതാബ് ത്വഹാറ. അപ്പം അത് ഒരു ഭാഗമാണ് കിതാബ് ത്വഹാറ. കിതാബ് ത്വഹാറയിൽ കുറേ ബാബ് വരും. അപ്പം ബാബ് നേരെ ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ, കവാടം എന്നാണ് അർത്ഥം. അപ്പം ഇതിലേക്ക് പ്രവേശിക്കാവുന്ന വ്യത്യസ്തമായ കവാടങ്ങൾ എന്നതുകൊണ്ടാണ് അതിന് ബാബ്, അധ്യായം എന്ന അർത്ഥത്തിൽ ബാബുൻ എന്ന് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ബാബിൽ തന്നെ വ്യത്യസ്തമായ മസലകൾ ഉണ്ടാവും. ഒരു ബാബിൽ കുറേ മസലകൾ വരും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 4, 5, 6 മസലൊക്കെയാണ് ഒരു ബാബിൽ വരുന്നതെങ്കിൽ ഫിഖഹിലൊക്കെ ബാബുൻ എന്ന് പറയുക ചെയ്യാം. എന്നാൽ ധാരാളം മസല വരുന്നു എങ്കിൽ ചില പണ്ഡിതന്മാർ ഇതിനെ വീണ്ടും വേർതിരിക്കും. ഇതിന് കീഴിലേക്ക് ഫസ്ലുൻ എന്ന് പറയും. ബാബിനെ കീഴിൽ ഫസ്ല്. ഇനി അതിന് കീഴിലേക്ക് വീണ്ടും ചിലപ്പോൾ വേർതിരിക്കും, ഫർഉൻ എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഫിഖഹിൽ പൊതുവെ അധ്യായങ്ങളെ വേർതിരിക്കാറുണ്ട്. അതാണ് സാധാരണ ഫിഖഹിന്റെ ഒരു ശൈലി. അപ്പൊ കിതാബ് എന്ന് പറഞ്ഞാൽ അതിൽ ബാബ് ഉണ്ടാവും, ഫസ്ൽ ഉണ്ടാവും, ഫർ ഉണ്ടാവും. അപ്പൊ ബാബിൽ കുറേ മസലകൾ ചർച്ചയ്ക്ക് വരും. അപ്പൊ അതിൽ ഒരു മസല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, ഇനി മറ്റൊരു മസലയിലേക്ക് മാറുകയാണ്. അപ്പൊ അവിടെ ഫസ്ലുൻ. അപ്പൊ അതുവരെ പറഞ്ഞത് അവിടെ കഴിഞ്ഞു. ഇനി പുതിയൊരു വിഷയം അവിടെ ചർച്ചയ്ക്ക് വരുന്നു എന്നൊക്കെയാണ് ഫസ്ലിന് പറയാം. ഞാൻ ഫസ്ലിൽ തന്നെ ഉപാധ്യായങ്ങൾ, ഒരു മസല പറയുന്ന അടിയിൽ തന്നെ അതിൻ്റെ സബ്ബായിട്ട് പറയേണ്ട ചില പോയിന്റ്സ് ഉണ്ടാവും. അവിടെ വരുമ്പോൾ ഫർഉൻ എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും വേർതിരിക്കും. വലിയ വിശാലമായ ഗ്രന്ഥങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ വായനക്കാർക്കൊരു മടുപ്പില്ലാതെക്കാരാണ്. വായനക്കാർക്ക് മടുപ്പ് കുറയാൻ, മറ്റേ യാതൊരു സ്റ്റോപ്പും ഇല്ല, ഒന്നാകെ പോവുകയാണെങ്കിൽ അത് വായിക്കാൻ തന്നെ ഒരു എടുക്കാനുണ്ടാവും. മറ്റേതെല്ലാം ഇങ്ങനെ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നല്ല കാലം ചെയ്യാം. ആദ്യത്തെ ഫസ്റ്റിലായിട്ട് വായിക്കുക, രണ്ടാമത്തെ നമുക്ക് പിന്നെ വായിക്കാൻ അറിയും. പക്ഷേ ഒരു ബാബ് വായിക്കുന്ന ചിലപ്പോൾ ഒരുപാട് സമയം വേണ്ടിരും. അപ്പോൾ എവിടെ നിർത്തുക അതൊന്നും പിടുത്തുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ചു പോയി ഒരു ഫസ്റ്റിൽ കഴിഞ്ഞാൽ നിർത്താം, ഒരു ചായയൊക്കെ കുടിച്ചു വന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഫസ്റ്റിൽ തുടങ്ങാം എന്ന് പറയാം. സൂറത്ത് അധ്യായം എന്ന അർത്ഥത്തിൽ പിന്നീട് ഉപയോഗിക്കപ്പെട്ടതാണ്. ശരിക്കും സൂറത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ അതിർത്തിയാണ്. അതിർത്തി, കോമ്പൗണ്ട് വാളിനൊക്കെയാണ് സാധാരണ സുവർ എന്ന് പറയാം. സുവർ അതിരുകൾ, മതിൽ കെട്ടിത്തിരിച്ച അതിർത്തികൾക്കാണ് സാധാരണ സൂറത്തുൻ എന്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരു അധ്യായം കഴിഞ്ഞ് മറ്റൊരു അധ്യായവുമായി വേർതിരിയുന്നു. അതുകൊണ്ടാണ് ഇതിന് സൂറത്തിൻ്റെ പേര് പിന്നെ ഉപയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് അവിടെയൊക്കെ ബിസ്മീം വന്നത് അതോടെ കഴിഞ്ഞു, ഇനി പുതിയൊരു ഭാഗമാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പ്രത്യേകമായി വേർതിരിഞ്ഞുകൊണ്ട് അതിന് സൂറത്തിൻ്റെ പേര് പിന്നീട് ഉപയോഗിക്കപ്പെട്ടു എന്നതാണ്. ഏതായാലും സാധാരണ പൊതുവെ ഫിഖഹിന്റെ കിതാബ് എഴുതിയിരിക്കുമ്പോഴും ഈ ശൈലിയാണ് കാണുക. അപ്പം കിതാബ് ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചത് കിതാബ് ത്വഹാറ, അത് കഴിഞ്ഞോ? ഇല്ല, അതിന് ഒരു ബാബ് കഴിഞ്ഞു. ആ ബാബ് നമ്മൾ നേരത്തെ പഠിച്ച മിയാഹ്, വെള്ളം, അതിൽ കുറേ മസല പഠിച്ചു. പക്ഷെ അതിൽ പിന്നെ വേർതിരിച്ചിട്ടില്ല. അതിൽ ഫസ്ലായിട്ടോ ആയിട്ടൊന്നും വേർതിരിച്ചിട്ടില്ല. ഇനി അത് കഴിഞ്ഞു അടുത്ത ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം ബാബുൽ ആനിയ, കിതാബുൽ ആനിയ എന്നല്ല, ബാബുൽ ആനിയ. ഇനി ഈ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട തയമ്മും, കുളി, അതേപോലെ ഹുഫമ, തടവൽ, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ത്വഹാറത്ത് കഴിയുള്ളൂ. വെള്ളം, പാത്രം, പിന്നെ തയമ്മും, പിന്നെ കുളി, പിന്നെ ആ കുളിയിൽ തന്നെ സുന്നത്തായ കുളി, ഫർളായ കുളി, പിന്നെ ഹുഫയിൽ തടവൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഏരിയകൾ ത്വഹാറത്തിൽ വരും. അതെല്ലാം കഴിയുമ്പോൾ ത്വഹാറത്ത് അവസാനിക്കും. ത്വഹാറത്ത് കഴിഞ്ഞാൽ പിന്നെ കിതാബു സ്വലാ, നിസ്കാരം എന്ന കിതാബ് ഭാഗം എന്ന് വരും. പിന്നെ അതിൽ കുറേ ബാബ് ഉണ്ടാവും. സ്വലാത്തേക്ക് എത്തുമ്പോൾ പിന്നെ അവിടെ സ്വാഭാവികമായും അതിന് ഷുറൂത്ത്, അപ്പോൾ വുളൂ ചെയ്യൽ, ഖിബ്ലക്ക് മുന്നിടൽ,
അപ്പോൾ പിന്നെ വസ്ത്രം ധരിക്കൽ, അതൊക്കെ വ്യത്യസ്ത ബാബുകളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇസ്തിഖ്ബാൽ ഖിബ്ല, ഖിബ്ലയ്ക്ക് മുന്നിടൽ ഒരു ബാബാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ചർച്ച വരുമോ ആ ചർച്ചകളൊക്കെ അതിൽ കൊടുക്കും. ഖിബ്ലയ്ക്ക് മുന്നിടുമ്പോൾ ഖിബ്ല അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക, ഖിബ്ല സംശയം എന്താ ചെയ്യുക തുടങ്ങി വ്യത്യസ്തമായ ഭാഗങ്ങൾ അതിൽ വരും. അതേപോലെ പിന്നെ അവിടുത്തെ മടക്കൽ, അപ്പോൾ അതിലെല്ലാ മസലയും അവിടെ ചർച്ചയ്ക്ക് വരും. അപ്പോൾ അതാണ് ഫിഖഹിൻ്റെ ഒരു സാധാരണ ശൈലി. അപ്പോൾ ഇവിടെ